താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. ആറാം വളവിൽ ബസ് കുടുങ്ങിയതിനെ തുടർന്നാണ് ഗതാഗത തടസ്സം ഉണ്ടായത്. ബംഗളൂരു കോഴിക്കോട് ബസ്സാണ് കുടുങ്ങിയത്. ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ ബസ് മാറ്റാൻ കഴിയൂ. എന്നാൽ ക്രെയിൻ അവിടേക്ക് കൊണ്ടുവരിക എന്നത് വെല്ലുവിളിയാണ്. വിവരങ്ങളുമായി ദിസ്ന ഒപ്പം ചേരുന്നു. ദിസ്ന, പൊതുവേ വിശാലമല്ലാത്ത ചുരപാത, അവിടെ ഒരു ബസ് കുടുങ്ങുന്നു. ആ ബസ്സിനെ മാറ്റണമെങ്കിൽ ക്രെയിൻ വരണം. പക്ഷേ അവിടെ ഈ ഗതാഗത തടസ്സം ഉള്ള സ്ഥിതിക്ക് ക്രെയിൻ എങ്ങനെ എത്തിക്കും എന്നത് വലിയൊരു ആശങ്കയാണ്, അല്ലേ? മണിക്കാണ് ഇത്തരത്തിൽ ഈ ബസ് ഈ താമരശ്ശേരി ചുരത്തിൽ കുടുങ്ങുന്നത്. വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ലക്കിടി വരെ വാഹനങ്ങൾ നിരനിരയായി പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ബസ് മാറ്റണമെങ്കിൽ സാങ്കേതിക തകരാറ് മൂലമാണ് ബസ് ഇവിടെ കിടക്കുന്നത്. അതിന്റെ ഓപ്പറേറ്റർമാരൊക്കെ തന്നെയും ഇവിടെ എത്തി പരിശോധിച്ചു. പക്ഷെ ബസ് മാറ്റണമെങ്കിൽ ക്രെയിൻ വരണം എന്നൊരു കാര്യം തന്നെയാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഗതാഗത തടസ്സം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ക്രെയിൻ അവിടെ എത്തിക്കുക എന്നത് കുറച്ച് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. എന്തായാലും താമരശ്ശേരി ചുരത്തിൽ വലിയ ഗതാഗത തടസ്സം നേരിടുന്നു. 4 മണി മുതലാണ് ഇത്തരത്തിൽ ഈ ബസ് സാങ്കേതിക തകരാറ് മൂലം ചുരത്തിലെ 6ാം വളവിൽ കുടുങ്ങിയത്. എന്തായാലും ഈ ബസ് നീക്കം ചെയ്താൽ മാത്രമേ ഇത്തരം ചുരം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ചുരം സംരക്ഷണ സമിതി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം, ബസ് കുടുങ്ങി, ക്രെയിൻ എത്തിച്ചാലേ ബസ് മാറ്റാനാകൂ. പക്ഷേ അത് അത്ര എളുപ്പമായ ഒരു കാര്യവുമല്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന.